കാറ്റ് ചുരങ്ങളിലൂടെ ഒഴുകുന്നത് പോലെ ജീവിതവും പലപ്പോഴും അപരിചിതമായ വഴിത്തിരിവുകളിലൂടെ ഒഴുകിപ്പോകും. ശരിയല്ലേ? യൗവനത്തിൽ തന്നെ വിധവയായിട്ടുള്ള ഒരു ഉമ്മ തൻ്റെ ഏക മകനെ വളർത്താനായിട്ട് ജീവിതം മുഴുവൻ ചിലവഴിച്ചു. പുലർച്ചെ പുലരി വിരിയുന്നതിന് മുമ്പ് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയും വേനലിൻ്റെ കനൽ ചൂടും മഴയിലെ കുളിർപ്പും സഹിച്ച് ഒരു പിടി അരിയും ചെറിയൊരു ചോറും കിട്ടുമെങ്കിൽ മകൻ്റെ വയറ്റിൽ നിറയ്ക്കാൻ അതിനു വേണ്ടിയിട്ട് അവർ പോരാടുമായിരുന്നു. കാലം മാറിയിട്ട് പഠനമൊക്കെ കഴിഞ്ഞു. മകന് നഗരത്തിലൊരു ജോലി കിട്ടി. ഉമ്മ, നിങ്ങൾ ഈ ഗ്രാമത്തിൽ തന്നെ നിന്നോ? നഗരത്തിലൊരു വാടക വീട് ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ ചിലവൊക്കെ ചുരുങ്ങിയ ചെറിയൊരു വീട്. പിന്നെ ഞാനവിടെ താമസിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ആ ഉമ്മ മനസ്സിൽ ഉണ്ടായിരുന്ന വേദന മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് തല കുനിച്ചു നിന്നു. മകൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവർ അതിന് അനുവാദം കൊടുത്തു. കാലം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ മകൻ ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് നഗരത്തിൽ തന്നെ താമസമായി. ആ ഉമ്മയാകട്ടെ ആ ചെറിയ വീട്ടിലെ ഗ്രാമത്തിൽ തനിച്ച്, ആരും കൂട്ടിനില്ലാതെ, ആരും മിണ്ടാനില്ലാതെ, ആരും പറയാനില്ലാതെ സങ്കടത്തോടെ താമസിച്ചു തുടങ്ങി. അവരുടെ വാർദ്ധക്യകാലത്ത് ആരും അവർക്കൊരു കൂട്ടിനുണ്ടായിരുന്നില്ല. മകന് വേണ്ടിയിട്ട് അവർ ജീവിതം പോലും ഒഴിഞ്ഞു വെച്ചിരുന്ന ഒരാളാണല്ലോ. ഒടുവിൽ മകനെ കാണണമെന്നുള്ള ആഗ്രഹം വല്ലാതെ അവർക്കുണ്ടായി. വഴിയൊന്നും അറിയില്ലെങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് അവർ പട്ടണത്തിൽ മകൻ്റെ അടുത്തേക്ക് ചെന്നു. ഉമ്മ 2 ദിവസം മകൻ്റെ ഒപ്പം നിന്നു. അവർക്കൊത്തിരി സന്തോഷമായി. ഒരു ദിവസം അവർ പറഞ്ഞു, ഉമ്മ, ഞാൻ നിങ്ങളെ കുറച്ച് ദിവസം നമ്മളൊരു ബന്ധുണ്ടല്ലോ, അവരെ വീട്ടിൽ ആക്കിത്തരാം. കുറച്ച് ദിവസം അവിടെ ഒന്ന് നിൽക്ക്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഉമ്മ ഒന്നും മിണ്ടിയില്ല. മകനോടൊപ്പം അവർ യാത്ര തിരിച്ചു. നല്ല തിരക്കേറിയൊരു നഗരത്തിൽ ആളുകൾക്കിടയിൽ ശൂന്യമായിരുന്ന ഒരു ബെഞ്ചിൽ അവരെ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വരാം, ഉമ്മ എവിടെ ഇരിക്കുന്നു. വണ്ടി അങ്ങനെ മുന്നോട്ട് നീങ്ങി. ആ ഉമ്മ അവിടെ ഇങ്ങനെ തനിച്ചിരുന്നു. സമയവും കാലവും ഒക്കെ കടന്നുപോയി. അവർ മകനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ മകനെ കിട്ടിയില്ല. ഒടുവിൽ അവർക്ക് ആ സത്യാവസ്ഥ മനസ്സിലായി. ആ മകൻ തന്നെ തെരുവിൽ ഉപേക്ഷിച്ചതായിരുന്നെന്ന്. പിന്നീട് അവർ മകനെ തിരക്കിയില്ല. ആ ദിവസം മുതൽ ആ തെരുവ് തന്നെയായിരുന്നു അവരുടെ വീട്. വർഷങ്ങൾ കടന്നുപോയി. മകൻ്റെ ജീവിതവും പ്രതിസന്ധികളിലൊക്കെ നിറഞ്ഞ് ബിസിനസ്സിലൊക്കെ പരാജയപ്പെട്ട് കടബാധ്യതകളും കുടുംബ വഴക്കുമൊക്കെ എല്ലാം ചേർന്ന് അയാളെയും അയാളുടെ വീട്ടുകാർ തെരുവിലേക്ക് തന്നെ തള്ളിയിറക്കി. ഒരു മഴ കൊള്ളുന്ന രാത്രിയിൽ ഒരു പാലത്തിൻ്റെ അടിയിൽ വിറച്ച് കിടക്കുകയായിരുന്നു അവന്. വിശപ്പും വേദനയും കൊണ്ട് കണ്ണുകൾ പോലും അടക്കാൻ കഴിയാതെ പോയി. അപ്പോൾ ആരോ ഒരു പഴക്കം ചെന്ന പുതപ്പ് തൻ്റെ ശരീരത്തിലേക്ക് ഇട്ടതുപോലെ അവന് തോന്നി. അയാൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. മകനെ എന്ന് വിറയ്ക്കുന്ന ഒരു കരുണ നിറഞ്ഞ ശബ്ദം ആ ഉമ്മയിൽ നിന്നും വന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ കണ്ണുകൾ വറ്റിപ്പോയെങ്കിലും ഹൃദയത്തിൽ നിന്നും തെളിഞ്ഞു നിന്നിരുന്ന തൻ്റെ ഉമ്മയുടെ മുഖം. അവൻ ഞെട്ടിപ്പോയി. ഉമ്മ, നിങ്ങൾ ഇതുവരെ എവിടെയായിരുന്നു? വാക്കുകൾ അവൻ്റെ അതരത്തിൽ തടഞ്ഞു. ഉമ്മ തലോടിക്കൊണ്ട് അവനെ നോക്കി. ഞാൻ നിന്നെ ഒരിക്കലും മറന്നിട്ടുമില്ല, ഉപേക്ഷിച്ചിട്ടുമില്ല. നീ എന്നെ ഉപേക്ഷിച്ച ദിനം മുതൽ ഈ തെരുവ് എൻ്റെ വീടായി. പക്ഷെ ഉമ്മയുടെ ഹൃദയത്തിൽ നിന്ന് നിന്നെ മറക്കാനാവില്ല. ഇന്ന് നിൻ്റെ വിധിയും എൻ്റേതുപോലെ ഈ തെരുവിലേക്ക് തന്നെയാണ്. അവൻ കരഞ്ഞുകൊണ്ട് ഉമ്മയുടെ കാലുകളിൽ വീണു. ഉമ്മ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ തന്നെ മറന്നു കളഞ്ഞു. എന്നോട് ക്ഷമിക്കണം. ഉമ്മാൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അതരങ്ങളിൽ ഒരു ചെറുചിരിയാണ്. മകൻ തെറ്റിച്ചാലും ഉമ്മയുടെ ഹൃദയം ഒരിക്കലും പൊട്ടിത്തകരുകയില്ലല്ലോ. ഇനി ഒരിക്കലും അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട മോനെ. അതൊക്കെ മറന്നു കളഞ്ഞേക്ക്. എന്താല്ലേ, ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഇങ്ങനെയാണല്ലോ. ഉമ്മാനെ, ഉപ്പാനെ
ബന്ധുമിത്രാദികളെ എല്ലാവരും സ്നേഹിക്കുക. ലോകത്തിൽ നന്മ മാത്രം നിറയട്ടെ. അല്ലേ? വീണ്ടും കാണാട്ടോ.